ഇതിഹാസ പുരാണങ്ങളിലെ ബഹുഭാര്യാത്വവും ഇസ്ലാമിലെ ബഹുഭാര്യാത്വവും എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതിഹാസ പുരാണങ്ങളിൽ ബഹുഭാര്യാത്വം പ്രശംസിക്കപ്പെട്ടതൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. രാജാക്കന്മാർക്കൊക്കെ ഒരുപാട് ഭാര്യമാരും മറ്റ് സ്ത്രീകളുമുണ്ട് ധാരാളമായിട്ട്. പ്രത്യേകിച്ചും ഇതിഹാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഭാര്യമാർ മാത്രമല്ലാതെ ഒരുപാട് മറ്റ് സ്ത്രീകൾ ഒക്കെ ആയിട്ട് ധാരാളം പേര്. ഇപ്പോൾ ദശരഥനാണെങ്കിൽ 3 ഭാര്യമാർ 360 സ്ത്രീകളും ആയിട്ടാണ് വാൽമീകി രാമായണത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ വ്യവസ്ഥകൾ. നമുക്ക് ഇതിഹാസത്തിലേക്ക് നോക്കിയാൽ തന്നെ ഈ ഭാര്യാഭർത്തൃ എന്നുള്ളൊരു രീതിയിലല്ലാതെ ജീവിച്ച കാലഘട്ടവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ സ്വതന്ത്രമായൊരു ജീവിതക്രമം ഉണ്ടായിരുന്ന സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് സാമാജികമായ വ്യവസ്ഥയെ ഋഷിമാർ ചിട്ടപ്പെടുത്തുകയും പരിഷ്കരിക്കുകയും ഓരോ കാലഘട്ടത്തിൻ്റെ വികാസത്തിനനുസരിച്ച് സംശുദ്ധമാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം തുടങ്ങിയ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. ഈ വിവാഹത്തിൽ തന്നെ പലതരത്തിൽ ഇന്ന് നമുക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്ത പൈശാചവും രാക്ഷസവും ഒക്കെ ആയിട്ടുള്ള വിവാഹങ്ങൾ, അതുപോലെ ആർഷവും ദൈവവും ഒക്കെ ആയിട്ടുള്ള വിവാഹങ്ങൾ, അതൊന്നും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ സനാതനധർമ്മത്തിൻ്റെ മഹത്വം അത് ഇന്നലെകളിൽ ഉണ്ടായിരുന്നതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല. സനാതനധർമ്മത്തിൻ്റെ മഹത്വം അത് ഇന്നലെകളിൽ ഉണ്ടായിരുന്നതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല. ഋഷീശ്വരന്മാർ വേദത്തിനനുസൃതമായി അതത് കാലഘട്ടത്തിൽ ചെയ്ത പരിഷ്കരണങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിച്ചതാണ് സനാതനധർമ്മം. അതുകൊണ്ടത് കാലത്തിനനുസരിച്ച് ഋഷീശ്വരന്മാർ പരിഷ്കരിച്ചുകൊണ്ടേ വന്നു. ആ പരിഷ്കരണങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് സനാതനധർമ്മം സനാതനമായി നിലനിൽക്കുന്നു. മതത്തിൻ്റെ വ്യത്യാസം, പണ്ട് ഏതോ കാലത്ത് ഏതോ ആൾ എഴുതി വെച്ചതിന് ലവലേശം മാറ്റാൻ പാടില്ല എന്നാണ് അവരുടെ പക്ഷം. അത് അതേപടി സ്വീകരിച്ചോളണം. അതിനെ ചോദ്യം ചെയ്താൽ ഭ്രഷ്ട്, ചോദ്യം ചെയ്താൽ ശിക്ഷ, ചോദ്യം ചെയ്താൽ ചിലപ്പോൾ കഴുത്തുണ്ടാവില്ല. കാരണം അത് അപ്പുറം ചിന്തിക്കാൻ പാടില്ല. ദൈവം കലർപ്പില്ലാത്ത വിധം ഉപദേശിച്ചു കഴിഞ്ഞതാ, അത് പരിവർത്തനപ്പെടുത്തേണ്ടതല്ല. നമുക്കറിയാം ശ്രുതി സ്മൃതി എന്ന് 2 വിഭാഗങ്ങളിലാണ് ശാസ്ത്രം വർത്തിക്കുന്നത്. ശ്രുതി ഒരു കാലത്തിലും മാറാത്ത ശാശ്വത സത്യങ്ങളാണ്. സ്മൃതി ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ ഇതിഹാസങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അസ്വീകാര്യങ്ങളായ പല ചര്യകളും ഉണ്ടായിരുന്നു, നമ്മൾ തുറന്ന് സമ്മതിക്കുന്നു. പുരാണങ്ങളിൽ ഇന്നത്തെ കാലത്ത് അസ്വീകാര്യമായ പല ചര്യകളും ഉണ്ടായിരുന്നു. പക്ഷേ ഋഷീശ്വരന്മാരുടെ ശ്രൗതം ശ്രുതിക്കനുസൃതമായ ഇടപെടലുകളിലൂടെ അവയെ നമ്മൾ പരിഷ്കരിച്ചു, നമ്മളങ്ങനെ വികസിച്ചു. മതങ്ങൾ ഒരിക്കലും അതിന് സമ്മതമല്ല. അവർ ഗ്രന്ഥനിഷ്ഠമായി മാത്രം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇടുങ്ങിയ കിണറിനുള്ളിലെ തവളകളെ പോലെ വർത്തിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷേ ഇത്ര സംക്ഷിപ്തമായി പറഞ്ഞാൽ വിചാരശീലർക്ക് ബാക്കി അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയും.